സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകളെല്ലാം മറക്കാതെ ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. റേഷൻ കടകൾ വഴി മാത്രമല്ല, സപ്ലൈകോ വഴി നമുക്ക് വിവിധ ഉൽപ്പന്നങ്ങളുടെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. മെയ് മാസത്തെ റേഷൻ വിതരണം എല്ലാ റേഷൻ കാർഡ് ഉടമകളും തീർച്ചയായിട്ടും അറിയിപ്പ് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ എല്ലാവരുടെയും ഷെയർ ചെയ്ത് എത്തിക്കൂടി വേണം. ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ കൃത്യസമയത്ത് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. ഏറ്റവും ആദ്യം AY റേഷൻ കാർഡുകൾ എടുക്കാം. AY മഞ്ഞ നിറമുള്ള റേഷൻ കാർഡുകൾക്ക് 30 കിലോ അരിയും അതോടൊപ്പം തന്നെ 3 കിലോ ഗോതമ്പും 2 പാക്കറ്റ് ആട്ട അത് 7 രൂപ നിരക്കിലും ലഭിക്കുന്നതായിരിക്കും. 1 കിലോ സ്പെഷ്യൽ പഞ്ചസാരയുണ്ട്, അവർക്ക് പഞ്ചസാര 27 രൂപ നിരക്കിലും ലഭിക്കുന്നതായിരിക്കും. ഇനി BPL റേഷൻ കാർഡാണ് നമുക്കുള്ളത് എങ്കിൽ ആളൊന്നിന് 4 കിലോ അരി 1 കിലോ ഗോതമ്പ് എന്ന തോതിൽ സൗജന്യമായിട്ട് ആനുകൂല്യമുണ്ടായിരിക്കും. ആകെ ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും 3 കിലോ വരെ കുറച്ച് 3 പാക്കറ്റ് ആട്ട അത് 9 രൂപ നിരക്കിൽ നമുക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. BPL റേഷൻ കാർഡുകൾക്ക് പഞ്ചസാര വിതരണമില്ല, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മുൻഗണനാ വിഭാഗത്തിലെ AY അതോടൊപ്പം തന്നെ BPL റേഷൻ കാർഡ് ഉടമകൾക്ക് റേഷൻ അരി ലഭിക്കുന്നതിന് തുകയൊന്നും തന്നെ നൽകേണ്ട ആവശ്യമില്ല. ഇത് പരിപൂർണമായിട്ടും സൗജന്യമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഗരീബ് കല്യാൺ അന്ന യോജന സ്കീമിൽ ഉൾപ്പെടുത്തിയാണ് 5 വർഷത്തേക്ക് കൂടി ഇവർക്ക് സൗജന്യ ഭക്ഷ്യവിഹിതം വിതരണം ചെയ്യുന്നതിന് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു തുക പോലും നൽകേണ്ട ആവശ്യമില്ല. ഇനി APL വിഭാഗത്തിലെ നീല റേഷൻ കാർഡുകൾക്ക് സർക്കാർ സബ്സിഡി നൽകുന്നുണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ. അതുകൊണ്ട് തന്നെ ആളൊന്നിന് 2 കിലോ വീതം ഭക്ഷ്യധാന്യം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും. 3 കിലോ വരെ സ്പെഷ്യൽ അരിയാണ് ഈ മാസവും അനുവദിച്ചിട്ടുള്ളത്. സ്പെഷ്യൽ അരിക്ക് 10 രൂപ 90 പൈസ നിരക്ക് ഈടാക്കുന്നുണ്ട്. ഇനി APL വിഭാഗത്തിലെ വെള്ള നിറമുള്ള റേഷൻ കാർഡാണ് നമുക്കുള്ളത് എങ്കിൽ വെള്ള റേഷൻ കാർഡുകൾക്ക് 10 രൂപ 90 പൈസ നിരക്കിലാണ് അരി ലഭിക്കുന്നത്. 6 കിലോ ഭക്ഷ്യധാന്യമാണ് ഈ ഒരു സമയത്ത് അനുവദിച്ചിട്ടുള്ളത്, മെയ് മാസം അനുവദിച്ചിട്ടുള്ളത്. ഇനി ബ്രൗൺ നിറമുള്ള റേഷൻ കാർഡാണ് എങ്കിൽ നമുക്ക് 2 കിലോ ഭക്ഷ്യധാന്യമാണ് ലഭിക്കുന്നത്. അത് 10 രൂപ 90 പൈസ നിരക്കിൽ വാങ്ങാൻ സാധിക്കുന്നതാണ്. പൊതുവിഭാഗം സ്ഥാപനം എന്ന തരത്തിലുള്ള റേഷൻ കാർഡുകളാണ് ബ്രൗൺ നിറമുള്ള റേഷൻ കാർഡുകൾ. ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ വീണ്ടും റേഷൻ മണ്ണെണ്ണ പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില അറിയിപ്പുകൾ വന്നിരുന്നു. എന്നാൽ അത് റേഷൻ കടകളിൽ ക്രമീകരിക്കാനുള്ള സമയം ആയിട്ടില്ല, അത് അല്പം കൂടി വൈകും. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ സർക്കാർ അനൗൺസ് ചെയ്തിട്ടുണ്ട്, അത് വിതരണം ചെയ്യുന്നത് വൈദ്യുതീകരിക്കാത്ത വീടുകൾക്കെല്ലാം 1/2 ലിറ്റർ ലഭിക്കുന്ന രീതിയിലാണ്. ഇനി AY റേഷൻ കാർഡാണെങ്കിൽ അത് 1 ലിറ്ററായിട്ട് ലഭിക്കുന്നതുമായിരിക്കും. ഇനി വൈദ്യുതീകരിക്കാത്ത വീടുകൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വീടുകൾക്ക് 6 ലിറ്റർ മണ്ണെണ്ണയ്ക്ക് അർഹതയുണ്ടായിരിക്കും. എന്നാൽ ഇതെല്ലാ മേഖലകളിലേക്കും എത്തിച്ചേരേണ്ടതുണ്ട്, വിവിധ ഡിപ്പോകളിൽ ഇത് കൃത്യമായിട്ട് എത്തിച്ചേരേണ്ടതുണ്ട്. അപ്പോൾ അതിനുള്ള താമസം ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ക്ഷമയോടെ കാത്തിരിക്കുക. അറിയിപ്പുകൾ നമ്മുടെ റേഷൻ വ്യാപാരിയുടെ പക്കൽ ചോദിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകൾ വഴി മാവേലി സ്റ്റോറുകൾ വഴി റേഷൻ കാർഡ് ഹാജരാക്കി വിവിധ സബ്സിഡി ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ സാധിക്കും. നമുക്ക് 12-ന് മുകളിൽ സബ്സിഡി ഉൽപ്പന്നങ്ങൾ വിതരണം നടത്തുന്നുണ്ട്. ഈ മാസം, അതായത് ഈ മെയ് മാസത്തെ പുതുക്കിയ വിലവിവര പട്ടിക സപ്ലൈകോ പുറത്തിറക്കിയിരുന്നു. അതിന് പ്രകാരം നമുക്ക് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളും അവയുടെ വിലയും ഈ രീതിയിലായിരിക്കും. ചെറുപയർ 1 കിലോ 90 രൂപ നിരക്കിൽ, ഉഴുന്നും 1 കിലോ 90 രൂപ നിരക്കിൽ, വൻകടല 1 കിലോ 65 രൂപ, വൻപയർ 1 കിലോ 75 രൂപ, തുവരപ്പരിപ്പ് 1 കിലോ 105 രൂപ, മുളക് 1/2 കിലോ 57 രൂപ 75 പൈസ, മല്ലി 1/2 കിലോ 40 രൂപ 95 പൈസ, പഞ്ചസാര 1 കിലോ 34 രൂപ 65 പൈസ, വെളിച്ചെണ്ണ 1 ലിറ്റർ പാക്കറ്റാണ്, സബ്സിഡി 1/2 ലിറ്ററും അതോടൊപ്പം നോൺ സബ്സിഡി 1/2 ലിറ്ററും കൂടി ചേർത്ത് 269 രൂപയിൽ ലഭിക്കുന്നു. ജയ അരി, കുറുവ അരി, മട്ട അരി ഇവയ്ക്കെല്ലാം ഓരോ കിലോയ്ക്കും 33 രൂപയാണ് ഈടാക്കുന്നത്. പച്ചരി 1 കിലോയ്ക്ക് 29 രൂപ നിരക്കിലാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ വിവിധ കേന്ദ്രങ്ങളിലെത്തി ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് റേഷൻ കാർഡ് പ്രധാന രേഖയാണ്. എത്രയും വേഗം ആനുകൂല്യങ്ങൾ വാങ്ങുക, കൃത്യമായിട്ട് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുക. എല്ലാവരിലേക്കും അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.